തിരുവനന്തപുരം ജില്ലയിലെ ക്യാമറ പേഴ്സൺമാരുടെ കൂട്ടായ്മ അമ്മ കെയർ ഹോമിൽ ഓണം ആഘോഷിച്ചു. അമ്മമാർക്ക് ഓണസദ്യയും ഓണക്കോടിയും ഒരുക്കിയായിരുന്നു ഓണാഘോഷം. പരിപാടിയിൽ നിശാന്തിനി IPSഉം ഭർത്താവ് G രാജമാണിക്യം IASഉം മുഖ്യാതിഥികളായി. ഞാനൊന്നു തൊട്ടപ്പോ നിലകരുമ്പിന്റെ ചുണ്ടാണ് കണ്ടതയ്യ, ചുണ്ടാണ് കണ്ടതയ്യ. തിരുവനന്തപുരത്ത് ക്യാമറ പേഴ്സൺമാരുടെ കൂട്ടായ്മ ഇത്തവണ ഓണം ആഘോഷിച്ചത് അമ്മ കെയർ ഹോമിലെ കുറെ അമ്മമാർക്കൊപ്പമായിരുന്നു. ഓണക്കോടിയും ഓണസദ്യയുമൊക്കെയായി മനസ്സു നിറഞ്ഞ ആഘോഷമായിരുന്നു കെയർ ഹോമിൽ നടന്നത്. എല്ലാ വർഷവും സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾക്ക് പണം സ്വരുക്കൂട്ടി മാതൃകയാകാറുണ്ട് ഈ കൂട്ടായ്മ. അമ്മ കെയർ ഹോമിലെ ഓണാഘോഷത്തിൽ മുഖ്യ അതിഥികളായി നിശാന്തിനി IPSഉം ഭർത്താവ് G രാജമാണിക്യം IASഉം കുടുംബസമേതം പങ്കെടുത്തു. ഞാൻ എല്ലാ ദിവസവും അമ്മയെ വിളിക്കാറുണ്ട്. നല്ല ആരോഗ്യവതിയാണ്. എന്നാൽ ഇപ്പൊ അടുത്ത കാലത്ത് അമ്മയ്ക്ക് എന്തോ ഒരു വിഷമമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം എന്തെങ്കിലും തിരക്ക് കാരണം വിട്ടുപോയാൽ തന്നെ അപ്പോൾ അമ്മയ്ക്ക് അന്ന് ഭയങ്കര വിഷമമാവും. അപ്പോൾ തലേ ദിവസം എന്നോട് വിളിച്ചു. ഞാൻ ഒരു 9 മിനിറ്റ് അമ്മയോട് സംസാരിച്ചു. അന്ന് നൈറ്റ് എന്നെ വിളിച്ചിട്ട് പറയുക, എന്നോട് സംസാരിച്ച് എൻ്റെ ചേട്ടനോടൊക്കെ പറയുന്നു, എന്നോട് സംസാരിച്ചിട്ട് തന്നെ 5 ദിവസമായി. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ ഒരു കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ചെറുപ്പത്തിൽ നടന്നതായിരിക്കാം, സ്കൂളിലേക്ക് കൊണ്ടുപോയി അവരെ വിട്ടതായിരിക്കാം, പണിക്കുമ്പോൾ ഉറങ്ങാതെ തന്നെ അരുകിലിരുന്ന് താലോളിച്ചതായിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ഈ ദൈവം കാത്തുവച്ച നിയോഗം പറയുന്നത് പോലെ നമ്മളൊരു കുടുംബമായിട്ട് വീട്ടിൽ ഒതുങ്ങുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാർ ഒറ്റ ഒരാൾക്കാരോ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. ഇന്ന് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പല നൂറുകണക്കിലുള്ള കുടുംബങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു പറയുമ്പോൾ ആ ഒരു സന്തോഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി കെയർ ഹോമിൽ അമ്മമാരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കവർന്നുണ്ണോ ശ്രീകൃഷ്ണ ദേവദേവ ചിത്ര എന്റെ ചിത്ര എന്റെ ചിത്ര ദേവദേവ ചിത്ര. വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് കെയർ ഹോമിൽ ഒരുക്കിയത്. സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഓണസദ്യ കഴിക്കുന്ന അമ്മമാരുടെ കാഴ്ച ഈ ഓണക്കാലത്തെ കൂടുതൽ മനോഹരമാക്കുന്നതായിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.